നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ 69.24% പോളിംഗ്. പൊന്നാനിയിലെ വോട്ടെടുപ്പ് ഇരു മുന്നണികളും ആശങ്കയിൽ. മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്ന സമസ്ത വിഭാഗമാണ് തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ. രാത്രി 8 മണി കഴിഞ്ഞിട്ടും വോട്ടിംഗ്. കനത്ത ചൂടും നീണ്ട കാത്തിരിപ്പും ജനത്തെ വലച്ചു. ജിയോ ഫൈബർ താനൂർ നഗരസഭ ലോഞ്ചിംഗ് നടന്നു. താനൂർ നഗരസഭ ചെയർമാൻ പി ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. വോട്ട് പെട്ടിയിലായി, ഇനി കാത്തിരിക്കണം ജൂൺ 4 വരെ. വിശദമായ വാർത്തകൾ. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ 69.24% പോളിംഗ്. തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ പണിമുടക്കിൽ വോട്ടർമാരും ഉദ്യോഗസ്ഥരും വലഞ്ഞു. തിരൂരങ്ങാടി നിയമസഭാ മണ്ഡലത്തിലാണ് കൂടുതൽ പോളിംഗ് നടന്നത്. 70.53% പോളിംഗ് നടന്നത്. കുറവ് വോട്ട് ചെയ്തത് പൊന്നാനി നിയമസഭാ മണ്ഡലത്തിലാണ്. 64.98% പോളിംഗ് നില. താനൂരിൽ 71.52, തിരൂരിൽ 69.56, കോട്ടക്കലിൽ 69.78, തവനൂരിൽ 69.18, തൃതാല 69.48 എന്നിങ്ങനെ മറ്റു നിയമസഭാ മണ്ഡലങ്ങളിലെ പോളിംഗ് നില. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനേക്കാൾ പോളിംഗ് ശതമാനം കുറഞ്ഞത് ഇരു മുന്നണികളെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. പലയിടങ്ങളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ പണിമുടക്കിൽ വോട്ടർമാരും ഉദ്യോഗസ്ഥരും വലഞ്ഞു. പല ബൂത്തുകളിലും രാത്രി 9 വരെ നീണ്ട നിരയായിരുന്നു. വെട്ടം ന്യൂസ്, തിരൂർ. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 4% കുറവ് പോളിംഗ് ആണ് പൊന്നാനിയിൽ രേഖപ്പെടുത്തിയത്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തിയാൽ 5% പോളിംഗ് ശതമാനത്തിലെ കുറവ്. പോളിംഗിലെ ഇടിവ് അനുകൂലമായി വ്യാഖ്യാനിക്കുകയാണ് ഇരു മുന്നണികളും. ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളായ കോട്ടക്കൽ, തിരൂരങ്ങാടി, തിരൂർ മണ്ഡലങ്ങളിൽ മാത്രമല്ല ഇടതിന് പ്രതീക്ഷയുള്ള താനൂർ, തൃത്താല, പൊന്നാനി, തവനൂർ മണ്ഡലങ്ങളിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞു. മന്ത്രി വി അബ്ദുറഹിമാന്റെ മണ്ഡലമായ താനൂരിൽ 5% കുറവുണ്ട്. തൃത്താലയിൽ 6% കുറഞ്ഞു. കോട്ടക്കലിലും തിരൂരങ്ങാടിയിലും തിരൂരിലും 5% കുറവ്. സമസ്ത അടക്കമുള്ള അസംതൃപ്തർ വിട്ടുനിന്നതാണ് പോളിംഗ് ഇടിയാൻ കാരണമെന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. പ്രതികൂല സാഹചര്യം മുന്നിൽ കണ്ട് ചിട്ടയായ പ്രവർത്തനത്തിലൂടെ UDF വോട്ട് മുഴുവനായും പോൾ ചെയ്തുവെന്നാണ് ലീഗ് നേതാക്കളുടെ വാദം. 80,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിൽ സമദാനി വിജയിക്കുമെന്നാണ് UDF വിലയിരുത്തൽ. ഇടതുപക്ഷത്തിന്റെ വോട്ട് പോൾ ചെയ്തിട്ടുണ്ടെന്നും ജയം അസാധ്യമല്ലെന്നുമാണ് ഇടതു കേന്ദ്രം വിലയിരുത്തുന്നത്. ലീഗ് സ്ഥാനാർത്ഥി ജയിച്ചാലും ഭൂരിപക്ഷം 25,000-ൽ താഴെ വരുമെന്നുള്ള കണക്കുകൂട്ടലുകളും ഇടതു കേന്ദ്രങ്ങളിലുണ്ട്. വെട്ടം ന്യൂസ്, തിരൂർ. മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്ന സമസ്ത വിഭാഗമാണ് തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ. പോളിംഗ് ശതമാനം കുറഞ്ഞത് ഇടതുപക്ഷത്തിന് അനുകൂലമാവും. മുസ്ലിം ലീഗ് കോൺഗ്രസുമായുള്ള അസംതൃപ്തി തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥി KS ഹംസ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും മന്ത്രി വി അബ്ദുറഹിമാൻ വെട്ടം ന്യൂസിനോട് പറഞ്ഞു. നല്ല മാറ്റം ഉണ്ടാവും. ഇടതുപക്ഷ വോട്ടുകൾ നല്ല രീതിയിൽ തന്നെ പോൾ ചെയ്തിട്ടുണ്ട്. UDFിൻ്റെ വോട്ടുകൾ ധാരാളം പോൾ ചെയ്യാൻ ബാക്കിയുണ്ട്. പല UDFിൻ്റെ പ്രവർത്തകരടക്കമുള്ള അനുഭാവികൾ
വോട്ടിങ്ങിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. അത് നല്ല രീതിയിൽ നമുക്ക് പ്രകടമാണ്. ഈ പോളിങ്ങിൽ വന്ന വ്യത്യാസം ഗുണം ചെയ്യുന്നതാണ്. പൊന്നാനി ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുന്നതാണ്. മാത്രമല്ല പല മേഖലയിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളനുസരിച്ച് നല്ല രീതിയിൽ തന്നെ ജനങ്ങൾ ഈ മുന്നണിയെ സഹായിച്ചിട്ടുണ്ട്. അതെ, ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് ലീഗിന് വലിയ അബദ്ധമല്ലേ? പോളിംഗ് ശതമാനം കുറയുക ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. അത് ലീഗിൻ്റെ വോട്ടുകൾ എല്ലാ സ്ഥലങ്ങളിലും നന്നായിട്ട് പോൾ ചെയ്തിട്ടില്ല. പലരും ബഹിഷ്കരിച്ചു. മുസ്ലിം ലീഗിൻ്റെ തന്നെ പ്രവർത്തകർ ധാരാളം വോട്ടുകൾ ബഹിഷ്കരിച്ചു. അതിന് നിരവധി കാരണങ്ങളുണ്ട്. ഈ കോൺഗ്രസുമായുള്ള അസ്വസ്ഥത അടക്കം മുസ്ലിം നേതൃത്വത്തോടുള്ള അസംതൃപ്തി, ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ ഇലക്ഷനിൽ പ്രകടമായിട്ടുണ്ട്. അപ്പോൾ UDFൻ്റെ വോട്ടുകളാണ് കുറഞ്ഞിട്ടുള്ളത്. ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ കൃത്യമായി തന്നെ പോൾ ചെയ്യിക്കാൻ, എല്ലാ സ്ഥലങ്ങളിലും പോൾ ചെയ്യിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെ നമുക്ക് നേട്ടമാണ്. പല സ്ഥലങ്ങളിലും അങ്ങനെ പറയുന്നുണ്ട്, കൃത്യമായിട്ടുള്ള അതിന് രേഖകളൊന്നുമില്ല. എങ്കിലും ഈ മുസ്ലിം ലീഗിലെ അനുകൂലിക്കുന്ന സമസ്തയിലെ ആളുകളായും ചിലപ്പോൾ മാറിയുന്നുണ്ടാവുക. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു അസംതൃപ്തി വർഷങ്ങളായി ലീഗിന് വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ നമ്മുടെ ഇതിൻ്റെ വിജയത്തെ അവർക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട്. അല്ല, അതൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും വലിയ ഡാമേജ് പിന്നെ UDFനുണ്ടാവും. വലിയ തോതിലുള്ള ഡാമേജ് ഉണ്ടാവും. അത് നമുക്ക് പറയാവുന്ന കാര്യം തന്നെയാണ്. രാത്രി 8 മണി കഴിഞ്ഞിട്ടും വോട്ടിംഗ് അവസാനിക്കാതെ നിരവധി ബൂത്തുകൾ. കൽപ്പകഞ്ചേരി കല്ലിങ്ങപ്പറമ്പ് സ്കൂളിലെ 24-25 ബൂത്തിൽ രാത്രി 10 മണിയോടെയാണ് പോളിംഗ് സമാപിച്ചത്. വോട്ടിംഗ് യന്ത്രം പണിമുടക്കിയതും കനത്ത ചൂടും പോളിംഗിനെ സാരമായി ബാധിച്ചു. വൈകിട്ട് 6 മണിക്ക് ശേഷവും പല ബൂത്തുകളിലും തിരക്കുണ്ടായി. മംഗലം വാളമരുതൂരിലെ AMLP സ്കൂളിൽ 6 മണിക്ക് ശേഷവും 1000-ഓളം പേർ വോട്ട് ചെയ്യാനെത്തി. തവനൂർ നിയോജക മണ്ഡലത്തിലെ 19, 20, 21 ബൂത്തുകളാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. ഇവർക്ക് ടോക്കൺ നൽകിയാണ് വോട്ട് ചെയ്യിച്ചത്. പറവണ്ണ GUP സ്കൂളിലും വൻ തിരക്കായിരുന്നു. ചെറിയമുണ്ടം ഗവൺമെന്റ് സ്കൂളിലും ചമ്മറവട്ടം GUP സ്കൂളിലും തിരുനവായ സൗത്ത് പല്ലാർ GMLP സ്കൂളിലും തൃപ്രങ്ങോട് ALP സ്കൂളിലുമെല്ലാം 6 മണിക്ക് ശേഷവും നീണ്ട വരിയായിരുന്നു. വെട്ടം ന്യൂസ്, തിരൂർ. താനൂർ നഗരസഭാ പരിധിയിൽ വരുന്ന ജിയോ ഫൈബറിന്റെ സ്വിച്ച് ഓൺ കർമ്മം താനൂരിൽ നടന്നു. ജിയോ സെന്റർ മാനേജർ ഫൈസലിന്റെ അധ്യക്ഷതയിൽ താനൂർ നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. താനൂർ നഗരസഭാ പരിധിയിൽ വരുന്ന ജിയോ ഫൈബറിന്റെ സ്വിച്ച് ഓൺ കർമ്മം താനൂരിൽ നടന്നു. ജിയോ സെന്റർ മാനേജർ ഫൈസലിന്റെ അധ്യക്ഷതയിൽ താനൂർ നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാലവും അതേപോലെ തന്നെയാണ്, വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യകളുള്ള ഒരു രാജ്യമായ നമ്മുടെ ഭാരതത്തിൽ വലിയ വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നതാണ് ജിയോ ഫൈബർ. ഇപ്പോൾ നമുക്കറിയാം, നേരത്തെ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ വളരെ വിശദമായി തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരൂര് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടാമതായിട്ട് ലോഞ്ച് ചെയ്യുന്നത് തിരുരങ്ങാടി തിരൂർ താലൂക്കിൽ താനൂരിനാണ് ആ പരിഗണന ലഭിച്ചതെന്നുള്ളത്. അപ്പോൾ താനൂർ എന്തിനേയും സ്വീകരിക്കാൻ തയ്യാറെന്നുള്ള രീതിയിലാണ്. ഡിജിറ്റൽ സാക്ഷരതയിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് താനൂർ എന്നതാണ് ഈ ജിയോ വൈഫൈ ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. സീരിയൽ ആർട്ടിസ്റ്റ് ഷ്യാമിലി മുഖ്യാതിഥിയായി. M. അനിൽകുമാർ, T. അറമുഖൻ, മുസ്തഫ കമാൽ, ദിബേഷ്, ഗീത, ബഷീർ, രവീന്ദ്രൻ തിരൂർ, മണികണ്ഠൻ, അൻസാർ എന്നിവർ സംസാരിച്ചു. ആദ്യ വിൽപ്പനയും താനൂർ നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ നിർവഹിച്ചു. ബിസിനസ് ഡെസ്ക്, തിരൂർ. കനത്ത ചൂടിനെയും അവഗണിച്ച് 1 മാസത്തിലേറെ നീണ്ട പ്രചരണങ്ങൾക്കും രാഷ്ട്രീയ അടിയൊഴുക്കുകൾക്കുമൊടുവിൽ വോട്ട് പെട്ടിയിലായി. വിരലിലെ മഷിയടയാളം മാഞ്ഞാലും പിന്നെയും കാത്തിരിക്കണം അന്തിമ ഫലത്തിനായി. ജൂൺ 4-നാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം.
പ്രചരണത്തിന്റെയും കൊട്ടിക്കലാശത്തിന്റെയും ആവേശമൊന്നും വോട്ടിംഗിൽ പ്രതിഫലിക്കാത്തതിൽ ആശങ്കയിലാണ് ഇരു മുന്നണികളും. ഇനി കൂട്ടലിന്റെയും കിഴിക്കലിന്റെയും നാളുകൾ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെ പ്രകടനം, മണ്ഡലത്തിലെ രാഷ്ട്രീയം, ചരിത്രം, ഇത്തവണത്തെ വോട്ടിംഗ് ശതമാനം തുടങ്ങിയവയെല്ലാം വിലയിരുത്തി സാധ്യതകൾ പഠിക്കുകയാണ് മുന്നണികൾ. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ 2019 74.98% വോട്ടർമാരാണ് വോട്ട് ചെയ്തത്. 1,93,273 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ET മുഹമ്മദ് ബഷീർ അന്ന് ജയിച്ചു കയറിയത്. 7 നിയമസഭാ മണ്ഡലത്തിലും UDF വെന്നിക്കൊടി നാട്ടി. എന്നാൽ 2021 LDFന്റെ പോരാട്ട വീര്യം മണ്ഡലം കണ്ടു. തൃത്താല, പൊന്നാനി, തവനൂർ, താനൂർ മണ്ഡലങ്ങൾ LDF കൈപ്പിടിയിലൊതുക്കി. കണക്കുകൂട്ടലുകൾ ജൂൺ 4 വരെ തുടരും. തിരൂർ SSM പോളിടെക്നിക് കോളേജിലാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ. വെട്ടം ന്യൂസ്, തിരൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.